ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 1-ാം ക്ലാസ്സിലെ മലയാളം പാഠം 11 പച്ചക്കറി തോണി എന്ന പാഠത്തിൻ്റെ കുഞ്ഞെഴുത്ത് പുസ്തകം നമുക്ക് പരിചയപ്പെടാം. പാഠം 11 പച്ചക്കറി തോണി. കഥ പൂർത്തിയാക്കാം. കൂട്ടുകാരെ, ഇവിടെ ചിത്രം കണ്ടോ? നോക്കൂ, ഈ ചിത്രത്തിൻ്റെ ബാക്കി എന്നിട്ടോ എന്താവും? മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ കാല് തെറ്റി വീണു. അപ്പോൾ അവരെ പിടിക്കാനായ വന്ന ബാക്കിയുള്ള പച്ചക്കറികളും കാല് തെറ്റി വീണു അല്ലേ? ഉരുണ്ടുരുണ്ട് കാല് തെറ്റി വീണു എന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ടല്ലേ. എന്നിട്ട് അവർ തോണി തുഴഞ്ഞ് പോണത് നമ്മൾ കണ്ടില്ലേ? എന്നിട്ട് എന്തുണ്ടായി? ദേ തോണി എവിടെ? കരയ്ക്കടുത്തു അല്ലേ? തോണി കരയ്ക്കടുത്ത് അവരിത് ഓരോരുത്തരായി കരയിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് അവരിങ്ങനെ നടക്കുമ്പോൾ അവരെന്ത് കണ്ടു? ഒരു നാട്ടുചന്ത കണ്ടു. അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായി. എവിടേക്ക് പോകുമെന്ന് ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് എന്ത് കണ്ടത്? അവരിങ്ങനെ നടക്കുന്ന വഴിയിലെ നാട്ടുചന്ത കണ്ടത്. അങ്ങനെ എല്ലാവരും കൂടി എന്ത് ചെയ്തു? നാട്ടുചന്തയിൽ കയറിയിരുന്നു. അതാണ് ഈ കഥയുടെ ബാക്കി ഭാഗം. എന്നിട്ടോ ചോദിക്കുമ്പോൾ എന്ത് എഴുതാം? തോണി തുഴഞ്ഞ് അവർ എല്ലാവരും കൂടി കരയിലെത്തി. അവർ കുറച്ചു ദൂരം നടന്നപ്പോൾ ഒരു നാട്ടുചന്ത കണ്ടു. അങ്ങനെ വളരെ സന്തോഷത്തോടെ അവരെല്ലാവരും ആ നാട്ടുചന്തയിൽ കയറിയിരുന്നു. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. ആരാണ് സൂപ്പർ? ഇതാരുടെ ചിത്രമാണ്? ഈ ചിത്രം ആരാണ്? തക്കാളി. അപ്പോൾ തക്കാളി പറയുന്നത്, ചുവന്ന നിറം, തുടുത്ത കവിളുകൾ, പുളിക്കും മധുരിക്കും, ഞാനില്ലാതെ അടുക്കളയില്ല. ആരാ? അതാണ് തക്കാളി. തക്കാളിക്ക് എന്ത് നിറം? ചുവന്ന നിറം, തുടുത്ത കവിളുകൾ. പിന്നെ തക്കാളി എന്ത് ചെയ്യും? പുളിക്കും മധുരിക്കും. അപ്പം അടുക്കളയിലുള്ള ഒരാളാണ് ആര്? തക്കാളി. ഇനി അടുത്തതോ? എപ്പോഴും പൗഡർ ഇട്ട് കാണാം. വലുപ്പത്തിൽ കേമത്തി, പുളിശ്ശേരിയിലും ഓലനിലും ഒന്നാമത്. ആരാവും? എപ്പോഴും പൗഡർ ഇട്ട് കാണാം. നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചു. പൗഡർ ഇട്ട് പൂശി നിൽക്കുന്നത് ആരാ? പിന്നെ വലുപ്പത്തിൽ കേമത്തി, പുളിശ്ശേരിയിലും ഓലനിലും ഒന്നാമത്. ആരാ? അതാണ് കുമ്പളങ്ങ. ഇനി എൻ്റെ വക, നിങ്ങളുടെ വക നിങ്ങൾ ഒരെണ്ണം എഴുതണം. അപ്പോൾ എന്തെഴുതാം? കണ്ടാൽ ഞാൻ ചെണ്ടക്കോൽ, ഞാനില്ലാതെ സാമ്പാറും അവിലുമില്ല. ഉത്തരം എന്താ? കണ്ടാൽ ഞാൻ ചെണ്ടക്കോൽ, ചെണ്ടക്കോലിൻ്റെ പോലെയാണ് കാണുമ്പോൾ. ഞാനില്ലാതെ സാമ്പാറും അവിലും ഇല്ല. ഉത്തരം മുരിങ്ങക്കായ. ഇനി വള്ളിയിലാരെ ചെടിയിലാരെ? 2 കോളം തന്നിട്ടുണ്ട്. വള്ളിയിലുള്ളതും ചെടിയിലുള്ളതും ഓരോ കോളത്തിൽ എഴുതണം. അപ്പോൾ വള്ളിയിലുള്ളത് വള്ളിയിൽ നിന്ന് എഴുതുക. എന്നിട്ട് വള്ളിയിൽ വളരുന്ന പച്ചക്കറികൾ ഏതൊക്കെയാ? മത്തങ്ങ, കുമ്പളങ്ങ, കോവയ്ക്ക, പടവലം, വെള്ളരിക്ക. ചെടിയിൽ വളരുന്നതോ? ചെടിയിൽ വളരുന്നത് വെണ്ട, തക്കാളി, വഴുതൻ, മുളക്, പപ്പായ. പച്ചക്കറികൾ ആരോഗ്യത്തിന് നല്ലത്. ആരോഗ്യം കുറഞ്ഞാൽ അസുഖം വരാം അല്ലേ? പച്ചക്കറികൾ നമ്മൾ നന്നായി കഴിക്കണം അല്ലേ? നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പച്ചക്കറികൾ നന്നായി കഴിക്കണം. ആരോഗ്യമൊക്കെ കുറഞ്ഞു പോയാൽ എന്തുണ്ടാവും? നമുക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് പാട്ട് പാടാം. ചൊടിയോടു നട്ടു നനപ്പൂ കുട്ടികൾ തൊടിയിൽ കൊച്ചു കറിത്തോട്ടം. ഉണ്ടേ മത്തൻ വഴുതിന വെണ്ടയും ഊണിനു കൂട്ടാം പല കൂട്ടം. ഇനി നമുക്ക് പച്ചക്കറി കൊണ്ട് ചിത്രമുണ്ടാക്കാം. വെജിറ്റബിൾ പ്രിന്റിംഗ്. കണ്ടോ കൂട്ടുകാരെ? പച്ചക്കറി ഉപയോഗിച്ച് വെജിറ്റബിൾ പ്രിന്റിംഗ് ഉണ്ടാക്കിയത്. ഇതുപോലെ നമുക്കും ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുത്ത് പല നിറങ്ങളിൽ മുക്കി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഷേപ്പ് വെച്ച്
പച്ചക്കറി പ്രിൻറ്റിങ് ഉണ്ടാക്കാം. ഞാൻ ചെയ്തത് കൂട്ടുകാരെ അതുപോലെ ഇവിടെ കണ്ടോ, ഇതുപോലെ ഒരു പച്ചക്കറികളെ കൊണ്ട് നമുക്കും ഇതുപോലെ എന്ത് ചെയ്യാം, വെജിറ്റബിൾ പ്രിൻറ്റിങ് ചെയ്യാം. കണ്ടോ, ഇതൊക്കെ വെണ്ടയ്ക്ക മുറിച്ചിട്ട് കളർ മുക്കിയിട്ട് വെറുതെ ഈ പുസ്തകത്തിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ ഓരോ കളർ മുക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പച്ചക്കറി കൊണ്ട് പ്രിൻ്റ് ചെയ്യാം, പെയിൻറ്റിങ് ചെയ്യാം. അടുത്തത് മുഖഭാവം വരച്ച് ചേർക്കുക. എനിക്ക് കണ്ടോ കൂട്ടുകാരെ, ദേ ഇവിടെ 3 മുഖങ്ങൾ തന്നിട്ടുണ്ട്. ഇതിലേത് മുഖമാണ് ഇവിടെ വരയ്ക്കേണ്ടതെങ്കിൽ അത് വരയ്ക്കണം. എനിക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്, കൂട്ടുകാർക്ക് ഓരോരുത്തരുടെയും കാര്യമാണ് ഇതിൽ പറയുന്നത്. കഥകൾ കൂട്ടുകാർക്ക് മുമ്പാകെ പറയാൻ കഴിയും. കൂട്ടുകാർക്ക് കഥകൾ പറയാൻ കഴിയുമോ? കൂട്ടുകാരുടെ മുൻപിൽ ഉണ്ടെങ്കിൽ ഇതിൽ യോജിച്ച ഒരു മുഖം വരയ്ക്കണം. ഏത് മുഖം വരയ്ക്കാം? കഥകൾ കൂട്ടുകാർക്ക് പറയാൻ കഴിയുമെങ്കിൽ കൂട്ടുകാർ ഏത് മുഖം വരയ്ക്കും? ആ ചിരിച്ചു നിൽക്കുന്ന മുഖം നമുക്ക് വരയ്ക്കാലേ. പിന്നെ കൊച്ചു കഥകൾ എഴുതാൻ കഴിയും. രണ്ടാമത്തത് എന്താ പറഞ്ഞത്? കൊച്ചു കഥകൾ എഴുതാൻ കഴിയും. കൂട്ടുകാർക്ക് സ്വയമായിട്ട് കൊച്ചു കൊച്ചു കഥകൾ എഴുതാൻ കഴിയുമോ? എഴുതാൻ കഴിയുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചിരിക്കുന്ന ചിത്രം വരയ്ക്കാം. ശ്രമിക്കുമെങ്കിലോ? എങ്കിൽ നമുക്കിത് വരയ്ക്കാലേ. ഇനി കഴിയില്ലെങ്കിൽ ഈ ചിത്രം, ഈ മുഖം വരയ്ക്കാം. ഇനി അടുത്തതോ, പച്ചക്കറികൾ ഉപയോഗിച്ച് ചിത്രമുണ്ടാക്കാൻ അറിയാം. അത് നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ട് അല്ലേ? കണ്ടോ, പച്ചക്കറികൾ ഉപയോഗിച്ച് ചിത്രമുണ്ടാക്കിയത്. ഇതുപോലെ കൂട്ടുകാർക്കും ഉണ്ടാക്കാൻ കഴിയുമല്ലോ. അപ്പോൾ നമുക്ക് ചിരിക്കുന്ന ചിത്രം വരയ്ക്കാം. ഇനി നാലാമത്തത്, കഥകൾ വായിച്ച് കേൾപ്പിക്കാൻ കഴിയും. കൂട്ടുകാർക്ക് സ്വയമായിട്ട് കഥകൾ വായിക്കാൻ കഴിയുമോ? കഥകൾ വായിച്ച് കേൾപ്പിക്കാൻ കഴിയുമോ? ഉണ്ടെങ്കിൽ ചിരിക്കുന്നതും, ഇല്ലെങ്കിൽ ഇതും. ഇനി ശ്രമിക്കുമെങ്കിൽ കൂട്ടുകാർ ഈ മുഖം വരയ്ക്കണേ. ഇനി കഥകളിലെ രംഗങ്ങളുടെ ചിത്രം വരയ്ക്കാൻ കഴിയും. ക്ലാസ്സിനകവും പുറവും ശുചിത്വമുള്ളതാക്കാൻ വേണ്ടി പങ്കുകൂടാറുണ്ടോ? പച്ചക്കറികളുടെ കടങ്കഥ ഉണ്ടാക്കാൻ കഴിയും. അത് കൂട്ടുകാർക്ക് കഴിയുമല്ലോ, നമ്മൾ പഠിച്ചതല്ലേ. പാട്ടുകൾ താളത്തിൽ ചൊല്ലാൻ കഴിയും. പലതരം വ്യായാമ പ്രവർത്തനങ്ങൾ അറിയാം. കഥാരംഗങ്ങൾ അഭിനയിക്കാൻ കഴിയും. സംയുക്ത ഡയറിയിൽ ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ എഴുതാൻ കഴിയും. ഇതിൽ കൂട്ടുകാർക്ക് കഴിയുന്നതിനെ ഇതിൽ യോജിച്ച മുഖം വരച്ച് ചേർക്കണം. അപ്പോൾ ഈ പാഠം കഴിഞ്ഞു. ഇനി അടുത്ത പാഠത്തിലെ കുഞ്ഞെഴുത്തുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.